ഗൗരി. പുറത്തുനിന്നും വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടതും രുദ്രനും ഗൗരിയും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. വിഷ്ണുവേട്ടനാണ്. അവൾ രുദ്രനെ നോക്കിക്കൊണ്ട് ആശ്വാസത്തോടെ പറഞ്ഞതും രുദ്രൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവളത് മൈൻഡ് ചെയ്യാതെ അവനെ നോക്കിയൊന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് വാതിൽ തുറക്കാനായി പുറത്തേക്ക് നടന്നു. തൊട്ടു പിന്നാലെ ഒരു പുഞ്ചിരിയോടെ രുദ്രനും നടന്നു. ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ഗൗരി, നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? വാതിൽ തുറന്ന ഉടനെ അകത്തേക്ക് കയറി വന്ന വിഷ്ണു ചോദിച്ചതും അവളൊരു വിളറിയ ചിരി സമ്മാനിച്ചു. അപ്പോഴാണ് അവളുടെ പിന്നിൽ നിൽക്കുന്ന രുദ്രനെ അവൻ കാണുന്നത്. ആഹാ, രുദ്രൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്താണളിയെ, സ്വന്തം ഭാര്യയായിട്ട് അവിഹിതത്തിന് വന്നതാണോ? അവനൊരു ആക്കിച്ചിരിയോടെ ചോദിച്ചതും ഗൗരിയുടെ മുഖം വെറുത്തു. ഓ, അതിനൊന്നും ഇവിടെ ഒരു സ്കോപ്പും ഇല്ലളിയാ. ഞാനിവിടെ ഇങ്ങനെ നിന്ന് മുരടിക്കത്തേ ഉള്ളൂ. ഗൗരി ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞതും ഗൗരി അവനെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവളുടെ പോക്ക് കണ്ടതും വിഷ്ണു ഒരു ചിരിയോടെ രുദ്രനെ നോക്കി. എന്തായി രുദ്ര, വല്ലത് നടക്കൂ? അവൾ പോകുന്ന വഴിയെ നോക്കി നിന്ന രുദ്രൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് വിഷ്ണു ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ആ, എന്തായാലും ശ്രമങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട, നടക്കട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് ചെയറിലേക്കിരുന്നു. രുദ്രനെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്കിരുന്നു. ഇപ്പോഴേക്കും രണ്ടുപേർക്കും കുടിക്കാനുള്ള ചായയുമായിട്ട് ഗൗരി അവിടേക്ക് വന്നു. ആ, ഇവൾക്ക് പനിയാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ, ഒന്ന് നോക്കിക്കൊണ്ട് വിഷ്ണുവേട്ട എന്നും പറഞ്ഞ് ശ്രീ വിളിച്ചിരുന്നു. അത് കേട്ട ഉടനെ ഓപ്പി പെട്ടെന്ന് തീർത്ത് ഓടി വന്നതാ ഞാൻ. അപ്പം വേണ്ടേ, ഇവളിവിടെ ഒരു കുഴപ്പമില്ലാതെ ചാടിത്തുള്ളി നടക്കുന്നു. ഇതിനായിരുന്നു അവൾ അവിടെ കിടന്ന് കയർ പൊട്ടിച്ചത്. ടേബിളിൽ കൊണ്ടുവച്ച ചായക്കപ്പിൽ നിന്നും ഒരെണ്ണം കയ്യിലേക്ക് എടുത്ത് ഗൗരി ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രനോടായി പറഞ്ഞതും രുദ്രൻ ഒരു പുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കി. പനി തന്നെയായിരുന്നു. ഞാൻ വരുമ്പോൾ മുഖത്തൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം പിടിച്ചു കിടത്തി റെസ്റ്റ് എടുപ്പിച്ചു. അത് കഴിഞ്ഞ് കഞ്ഞിയും കൊടുത്തും മെഡിസിനും കൊടുത്ത ശേഷമാണ് ഒന്ന് ഉഷാറായത്. ഗൗരിയെ നോക്കിക്കൊണ്ട് തന്നെ അവൻ വിഷ്ണുവിനോടായി പറഞ്ഞതും അവളുടെ കണ്ണുകളും അവൻ്റെ കണ്ണുകളുമായിട്ടൊന്ന് ഇടഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി. രുദ്രൻ ഒരു പുഞ്ചിരിയുടെ ചായക്കപ്പെടുത്ത് ചുണ്ടോട് ചേർത്തു. അമ്മ. പെട്ടെന്ന് കുഞ്ഞിയും ആമിയും അജുവും ശ്രീദേവിയും കൂടെ അകത്തേക്ക് കയറി വന്നതും 3 പേരും തിരിഞ്ഞ് അവരെ ഒന്ന് നോക്കി. കുഞ്ഞി മറ്റാരെയും നോക്കാതെ ഓടി ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. പനി കുറഞ്ഞോ അമ്മ? ഇപ്പം എങ്ങനെയുണ്ട്? അവൾ ഗൗരിയുടെ കഴുത്തിലും നെറ്റിയിലും ഒക്കെ തൊട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ. കുഞ്ഞിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു. അവരുടെ ഈ സ്നേഹപ്രകടനമൊക്കെ രുദ്രൻ നിറഞ്ഞ കണ്ണുകളോട് നോക്കിയിരുന്നു. വിഷ്ണുവിൻ്റെ കൈകൾ അവനെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ അവൻ്റെ തോളിൽ തട്ടിയതും അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആഹാ, അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നോ? എപ്പോഴാണ് വന്നത്? കുഞ്ഞിയുടെ ചോദ്യം കേട്ടാണ് രുദ്രൻ മുഖം ഉയർത്തി നോക്കിയത്. തൻ്റെ മുന്നിൽ വന്നു നിന്നാണ് ചോദ്യം. മോള് വാ. രുദ്രൻ അവളെ അവൻ്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ മോളെ, വിഷ്ണുവിൻ്റെ കൂടെ വന്നതാ. അതും പറഞ്ഞുകൊണ്ട് അവൻ വിഷ്ണുവിനെ ഒന്ന് നോക്കിയതും അവനൊന്ന് ആക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു. രുദ്രൻ അവനെ നോക്കി കണ്ണുരുട്ടി. എങ്ങനെയുണ്ടടി ഇപ്പോൾ? കുഴപ്പമില്ലടി, നീ വാ, ചായ എടുക്കാം. ശ്രീദേവി ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി കിച്ചണിലേക്ക് നടന്നു. അമ്മ, എനിക്കും ഗൗരിയമ്മേ, എനിക്കും. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് ചായയ്ക്ക് വിളിക്കാൻ തുടങ്ങി. പിന്നെ അവർ ഓരോന്നും സംസാരിച്ചിരിക്കാൻ തുടങ്ങി. അജു ഫോണെടുത്ത് കിച്ചുവിനെയും കണ്ണനെയും കൂടെ വിളിച്ചതും അധികം വൈകാതെ അവരും എത്തി. എല്ലാവരും കൂടെ അന്ന് അവിടെ ഒരു ആഘോഷമാക്കി. അതിനിടെ പലതവണ രുദ്രൻ്റെയും ഗൗരിയുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞുകൊണ്ടിരുന്നു. ഇത് കണ്ട് വയസ്സുകാലത്ത് സ്വന്തം കെട്ടികളെ നോക്കി വെള്ളം ഇറക്കാനാണ് നിന്റെ വിധിയെന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണു അവനെ കളിയാക്കാനും മറന്നില്ല. ഒടുവിൽ രാത്രിയിലാണ് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയത്. ഇറങ്ങാൻ നേരം ആരും കാണാതെ രുദ്രൻ ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ പെട്ടെന്ന് ചുറ്റിനും നോക്കിക്കൊണ്ട് അവനിൽ നിന്ന് കുതറി മാറി. ടേക്ക് കെയർ, അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവനൊരു പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു. ദിവസങ്ങൾ പിന്നെയും ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് ഗൗരിയുടെയും കുഞ്ഞിയുടെയും ജീവിതം ഒരു താളത്തിൽ ഒഴുകിക്കൊണ്ടിരുന്നു. ഇതിനിടെ കണ്ണൻ്റെയും കുഞ്ഞിയുടെയും ക്രിസ്റ്റിയുടെയും ആമയുടെയും പ്രണയം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അജു ആണെങ്കിൽ അയൽ വീട്ടിൽ താമസത്തിന് വന്ന പെൺകൊച്ചിനെ എങ്ങനെ സെറ്റാക്കാമെന്ന ആലോചനയിൽ നടക്കുന്നു. രുദ്രനും കിച്ചുവും ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും അവരുടെ ഫ്ലാറ്റിൽ വരുമായിരുന്നു. വന്നാൽ പിന്നെ രാത്രിയിലായിരിക്കും മടങ്ങിപ്പോക്ക്. ഗൗരിക്ക് രുദ്രനോടുള്ള അകൽച്ച ഏറെക്കുറെ മാറി തുടങ്ങിയിരുന്നു. എങ്കിലും പൂർണ്ണമായും അവനോട് അടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കുഞ്ഞ് തന്നെയായിരുന്നു അതിന് കാരണം. അത് രുദ്രനും മനസ്സിലായതുകൊണ്ട് അവനും കൂടുതൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കാറില്ല. രുദ്രൻ അച്ഛനാണെന്നറിഞ്ഞാൽ കുഞ്ഞ് എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ആ ഒരു ദിവസത്തെ എല്ലാവരും ഒരു ഭയപ്പാടോടെയാണ് കാത്തിരിക്കുന്നത്. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് വരുമ്പോഴാണ് ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആണെന്ന കാര്യം കുഞ്ഞും ആമയും അജുവും അറിയുന്നത്. ഇനിയിപ്പോൾ ഈ 7 നിലയിൽ നടന്നു കയറണ്ടേ? എനിക്കെങ്ങും വയ്യ. അജു മുകളിലേക്കുള്ള സ്റ്റെപ്പിലേക്ക് നോക്കി ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നതും കുഞ്ഞിയും ആമയും ഒരു ചിരിയോടെ സ്റ്റെപ്പുകൾ ഓരോന്നും കയറി തുടങ്ങിയിരുന്നു. ഞാൻ തളർന്നു കുഞ്ഞി, ഇനി ഒരു അടി കയറാൻ വയ്യ. പകുതി എത്തുമ്പോഴേക്കും ആമി തളർച്ചയോടെ പറഞ്ഞു. വാ ആമി, ഇനി കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ. വയ്യടി, നീ നടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. അതും പറഞ്ഞുകൊണ്ട് അവൾ ആ സ്റ്റെപ്പിലായിട്ടിരുന്നു.
കുഞ്ഞൊരു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് സ്റ്റെപ്പുകൾ കയറി. അവസാനത്തെ സ്റ്റെപ്പിന്റെ താഴത്തെ തട്ടിലെത്തിയപ്പോഴാണ് മുകളിലത്തെ തട്ടിൽ നിന്ന് വീൽചെയറിൽ ഇരുന്നൊരു സ്ത്രീ താഴേക്ക് വീഴാൻ നിൽക്കുന്നത് അവളുടെ കണ്ണിൽപ്പെട്ടത്. ആൻറ്റി! അവളൊരു നിലവിളിയോടെ മുകളിലേക്ക് ഓടിച്ചെന്ന് അവരെ താങ്ങി പിടിച്ചു. എല്ലാവരും വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അവൾ ശ്രമപ്പെട്ട് അവരെ നേരെ ഇരുത്തി. എന്തിനാ ആൻറ്റി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? വീടില്ലായിരുന്നോ? അവൾ ചോദിച്ചത് അവർ വാത്സല്യത്തോടെ അവളെ ഒന്ന് നോക്കി. എന്താ മോളുടെ പേര്? നിള. ആൻറ്റിയുടെ പേരെന്താ? മാധുരി. ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. മാധു പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. ആൻറ്റി വാ, ഞാൻ ആൻറ്റിയെ ഫ്ലാറ്റിലാക്കി തരാം. അപ്പേ! അപ്പോഴേക്കും ഒരു കുട്ടി അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പം എന്ത് പണിയാ കാണിച്ചത്? ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങല്ലേ എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ മോളെ. സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് സ്ലിപ്പായിപ്പോയി. ഈ മോളാ പിടിച്ചത്. ഷീക്കുട്ടി പറഞ്ഞത് കേട്ട് മാധു കുഞ്ഞിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. താങ്ക്സ് ചേച്ചി. ഷീക്കുട്ടി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞു അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ഇതെൻ്റെ സഹോദരൻ്റെ മോള ശ്രീപ്രിയ. മോളെ ഇത് നിള. അടുത്ത ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. മാധു അവരെ പരസ്പരം പരിചയപ്പെടുത്തി. ഹായ് ചേച്ചി. ഹായ്. എന്നാൽ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ? അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഷീക്കുട്ടി മാധുവിൻ്റെ വീൽചെയറിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അവർ പോയതും അജു ആമി അവളുടെ അരികിലേക്ക് എത്തി. ആരാടിയത്? ആമി അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ അജുവിൻ്റെ നേർക്ക് നീണ്ടു. ഇവൻ വളയ്ക്കാൻ നടക്കുന്ന പെങ്കൊച്ച. നല്ല സുന്ദരി കൊച്ച്. എന്തിനാടാ വെറുതെ അതിൻ്റെ ഭാവി കളയുന്നത്? നല്ല സൂപ്പർ ചെക്കനെ അവൾക്ക് വേറെ കിട്ടും. അവൾ പറഞ്ഞു കഴിഞ്ഞതും ഒരാട്ടായിരുന്നു അവൻ്റെ മറുപടി. നിന്നെയെന്ന് ഞാൻ... അയ്യോ! അവൻ അവളുടെ നേരെ കൈയോങ്ങിക്കൊണ്ട് വന്നതും അവൾ നിലവിളിച്ചുകൊണ്ട് മുകളിലേക്ക് ഓടി. നിൽക്കടി അവിടെ! നിൽക്കൂല! അവരുടെ ഈ അടി കണ്ട് ഒരു പുഞ്ചിരിയുടെ ആമയും മുന്നോട്ട് നടന്നു. നീ ഇവിടെ എന്തു നോക്കി നിൽക്കുക മിതു? അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിന്നെ അന്വേഷിക്കുന്നു. ബാൽക്കണിയിൽ എന്തോ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്ന മിഥുനയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ധരണി പറഞ്ഞത് കേട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി. എനിക്ക് വേണ്ടടാ, നീ പൊയ്ക്കോ. അവളെ നോക്കിക്കൊണ്ട് മിതു പറഞ്ഞതും അവളുടെ നെറ്റി ചുളിഞ്ഞു. എന്തു പറ്റി നിനക്ക്? ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നു. ആകെ ഒരു മൂഡ് ഓഫ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? അവളുടെ മുഖഭാവം കണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ലടാ, നിനക്ക് തോന്നുന്നതാ. എക്സാം അടുത്തിരിക്കുമല്ലേ, അതിൻ്റെ ടെൻഷനുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഉറപ്പാണല്ലോ അല്ലേ? അതേടാ, ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്. മിതു പറഞ്ഞതും അതിനവളൊന്നും അമർത്തി മൂളിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും ഇരുട്ടിലേക്ക് നോക്കി നിന്ന മിതുവിൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ ഒഴുകി ഇറങ്ങി. കിച്ചു റൂമിൽ നിന്ന് താഴേക്ക് പോകാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എന്തോ ആലോചിച്ചുകൊണ്ട് നടന്നു വരുന്ന ധരണിയെ കാണുന്നത്. വേറെ എന്തോ ചിന്തയിലായിരുന്നത് കൊണ്ട് തന്നെ കിച്ചു വന്നത് അവൾ കണ്ടിരുന്നില്ല. അവൾ നേരെ ചെന്ന് അവനെ നെഞ്ചി തട്ടി നിന്നു. ആ, എവിടെ നോക്കിയടി നടക്കുന്നത്? മനുഷ്യൻ്റെ നെഞ്ചിടിച്ച് കലക്കി. അവൻ നെഞ്ചി തടവിക്കൊണ്ട് പറയുന്നത് കേട്ടാണ് അവൾ അവനെ ശ്രദ്ധിച്ചത്. അയ്യോ സോറി കിച്ചേട്ടാ, ഞാൻ കണ്ടില്ലായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചി തടവിക്കൊടുത്തു. അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ആ കുഞ്ഞു പെണ്ണിനെ അവനൊരു നിമിഷം നോക്കി നിന്നു. അല്പസമയം കഴിഞ്ഞ് മുഖമുയർത്തി നോക്കിയ ധരണി തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന കിച്ചുവിനെ കണ്ട് ഒന്ന് പതറി. എന്താ കിച്ചേട്ടാ? അവൾ പതർച്ചയോടെ ചോദിച്ചതും അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. കിച്ചേട്ടാ? അവൾ ഇടർച്ചയോടെ വിളിച്ചതും അവൻ അവളുടെ ചുണ്ടിന് കുറുകെ ചൂണ്ടുവിരൽ വെച്ചു. ധര, ഇഷ്ടമാണോ പെണ്ണെ നിനക്കെന്നെ? പഠിത്തം കഴിഞ്ഞ് ഒരു ജോലി നേടുമ്പോൾ ഈ കൈ പിടിച്ച് കൂടെ കൂട്ടിക്കോട്ടെ ഞാൻ. അവൻ പറഞ്ഞത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഓർമ്മ വെച്ച കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മുഖം, തിരികെ ലഭിക്കുമോ എന്നറിയാത്ത സ്നേഹം, അതെന്ന് തന്നെ തേടി വന്നിരിക്കുന്നു. അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവൾ അതേ സന്തോഷത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ധര! താഴെ നിന്ന് ലച്ചുവിൻ്റെ ശബ്ദം കേട്ടതും അവർ പെട്ടെന്ന് അകന്നു മാറി. അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ താഴേക്ക് ഓടി. അവളുടെ പോക്ക് കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവൻ തൻ്റെ റൂമിലേക്ക് നടക്കാനാഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ട് അവനൊന്ന് വിളറി. നീ എപ്പോൾ വന്ന് കണ്ണാ? നീ അവളെ മനഃപൂർവ്വം ചെന്ന് ഇടിച്ചപ്പോൾ തൊട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. നീ കണ്ടല്ലേ? അവനൊരു എളിയോട് ചോദിച്ചതും അവനൊന്ന് തലയാട്ടിക്കൊണ്ട് താഴേക്ക് നടന്നു. ഓഹ്, ഇനി ഇവൻ ഈ പേരും പറഞ്ഞ് എൻ്റെ പെങ്ങളുടെ പിന്നിൽ നിന്നും മാറില്ല. ആത്മകഥം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു. രാവ് മാറി വെളിച്ചം പടർന്നതും കൈലാസം വെടിന്ന് നടുക്കിക്കൊണ്ട് ലയുടെ നിലവിളി അവിടെ ഉയർന്നു കേട്ടു. ഹോസ്പിറ്റൽ വരാന്തയിലൂടെ ആയുഷിന് മുന്നിലേക്ക് നടക്കുമ്പോൾ ഗൗരിയുടെ ഹൃദയം പ്രകമ്പനം കൊണ്ടിരുന്നു. രാവിലെ കിച്ചു ആയിരുന്നു വിളിച്ചു പറഞ്ഞത്. ലയുടെ മകൾ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അത്രേ. ഒരു ചെറിയ പെൺകുട്ടി, 16-17 വയസ്സേ ആയിട്ടുള്ളൂ. അവളുടെ മനസ്സിലേക്ക് വെളുത്തു കതിരി പോലെ ഇരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു. അമ്മ ചെയ്ത തെറ്റിന് തന്നോട് മാപ്പ് പറഞ്ഞു കരഞ്ഞ ഒരു പാവം പെൺകുട്ടി. അവൾ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത്? അതിന് മാത്രം എന്ത് പ്രശ്നമുണ്ടായിരുന്നു അവൾക്ക്? ഓരോ ചിന്തകളോടെ അവൾ മുന്നോട്ട് നടന്നു. ആയുഷിന് മുന്നിലെത്തിയതും അവളൊരു നിമിഷം അവിടെ തന്നെ നിന്നു. രുദ്രനും മാധവനും ഒരു സൈഡിലായി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. കിച്ചുവും കണ്ണനും മിഥുൻ്റെ അരികിലിരുന്ന് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു.
ഇന്ദ്രൻ നന്ദൻ്റെ അരികിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മ. ഗൗരിയെ കണ്ടതും കിച്ചു വേഗം ഓടി അവളുടെ അരികിലേക്ക് വന്നു. അവൾ അവനെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകൾ രുദ്രൻ്റെ നേർക്ക് നീണ്ടതും അവനും അവളെ ഒന്ന് നോക്കി. പതിയെ അവളുടെ കണ്ണുകൾ ആയുസ്സിന് മുന്നിൽ എല്ലാം തകർന്നതുപോലെ ഇരിക്കുന്ന നന്ദൻ്റെ നേർക്ക് നീണ്ടു. ചുറ്റിനും നിൽക്കുന്ന ആരെയും ശ്രദ്ധിക്കുന്നില്ല. ആ മനസ്സിൽ ഇപ്പോൾ തൻ്റെ പൊന്നുമോളെക്കുറിച്ചുള്ള വേവലാതികൾ മാത്രമേ ഉള്ളൂ. അവളുടെ ജീവൻ ഒരു ആപത്തും സംഭവിക്കില്ലേ എന്ന ചിന്ത മാത്രം. അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കിച്ചുവിനെ നോക്കി. ലയ. അവൾ അവനെ നോക്കി ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ നന്ദൻ്റെ നേർക്ക് നീണ്ടു. രാവിലെ സ്കൂളിൽ പോകാൻ സമയമായിട്ടും എഴുന്നേൽക്കാത്തത് കണ്ട് ലയപ്പ വിളിക്കാൻ പോയതാ. അവിടുത്തെ കാഴ്ച കണ്ടതും ആ നിമിഷം തന്നെ ബോധം കെട്ട് വീണു. ഇപ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കുക, ട്രിപ്പിട്ട് കിടക്കുവാണ്, അവൻ അവളോടായി പറഞ്ഞു. അതിനൊന്ന് മൂളിക്കൊണ്ട് അവൾ രുദ്രൻ്റെ അരികിലേക്ക് നടന്നു. അവൾ അടുത്തു വന്ന് നിന്നതും അവൻ അവളെ ഒന്ന് നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ അവളുടെ ഇടം കൈയിൽ അമർത്തിപ്പിടിച്ചു. അവളുടെ ഒരു സാധനം ആഗ്രഹിച്ചതുപോലെ. ആ നിമിഷം അവൻ്റെ മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾ അവനെ എതിർക്കാനോ തടയാനോ നിന്നില്ല. നിമിഷങ്ങൾ മിനിറ്റുകളായും മിനിറ്റുകൾ മണിക്കൂറുകളായും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. കിച്ചുവും കണ്ണനും കൂടെ ക്യാൻറ്റീനിൽ പോയി അവർക്ക് ഓരോ കപ്പ് ചായ വാങ്ങിക്കൊണ്ട് കൊടുത്തു. ഏകദേശം 2 മണിക്കൂറുകൾ കഴിഞ്ഞതും ഐസിയുവിൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, എൻ്റെ മോള്. ഡോക്ടറിനെ കണ്ടതും നന്ദൻ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, അപകടനില തരണം ചെയ്തു. പിന്നെ നിങ്ങളൊന്ന് എൻ്റെ ക്യാബിലേക്ക് വരൂ. നന്ദനോടായി പറഞ്ഞ ശേഷം രുദ്രനെയും നന്ദനെയും തൻ്റെ ക്യാബിലേക്ക് വിളിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് നടന്നു. ഒരു നിമിഷം മിഥുവിന് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞതിൽ എല്ലാവർക്കും സന്തോഷം തോന്നിയെങ്കിലും ഡോക്ടർ ക്യാബിനിലേക്ക് എന്തിനായിരിക്കും വിളിച്ചതെന്നറിയാതെ എല്ലാവരും ടെൻഷനായി. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന നന്ദൻ ഒരു സൈഡിലായി നിൽക്കുന്ന ഗൗരിയെ കണ്ടതും തറഞ്ഞു നിന്നുപോയി. അവളുടെ മുഖത്തേക്ക് നോക്കാനാകാത്ത വിധം കുറ്റബോധത്താൽ അവൻ്റെ തല കുനിഞ്ഞുപോയി. ഒരു നിമിഷം അങ്ങനെ നിന്ന ശേഷം ആരെയും നോക്കാതെ അവൻ ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു. തൊട്ടു പിന്നാലെ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രനെ നടന്നു. ഡോക്ടർ ഫിലിപ്പ് ജോൺ, MBBS MD എന്ന ബോർഡിലേക്കൊന്ന് നോക്കിക്കൊണ്ട് രുദ്രനും നന്ദനും അകത്തേക്ക് കയറി. ഇരിക്കൂ. അവരെ കണ്ടതും മിഥുവിൻ്റെ റിപ്പോർട്ട്സൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ അല്പം ഗൗരവത്തോടെ തന്നെ അവരോടായി പറഞ്ഞു. ഡോക്ടർ, എൻ്റെ മോൾക്ക് എന്താ പ്രശ്നം? അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് നന്ദൻ ചോദിച്ചതും അയാളൊന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് അവരെ നോക്കി. മിസ്റ്റർ നന്ദൻ, നിങ്ങളോട് ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അയാൾ മുഖവുര പോലെ പറഞ്ഞു തുടങ്ങിയതും നന്ദൻ്റെയും രുദ്രൻ്റെയും ഹൃദയമെടുപ്പ് ഉയർന്നു. എന്താണെങ്കിലും പറഞ്ഞോളൂ ഡോക്ടർ. രുദ്രൻ നന്ദനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോക്ടറോടായി പറഞ്ഞു. അത് ഷീ ഈസ് സെക്ഷലി അബ്യൂസ്ഡ്. അതും ഒന്നിലധികം പേർ. നോ! ഡോക്ടർ പറഞ്ഞു നിർത്തിയതും നന്ദൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. രുദ്രനെ ഒരു നിമിഷം പകച്ചുപോയി. ഡോക്ടർ, നിങ്ങൾ എന്തായി പറയുന്നത്? ഞങ്ങളുടെ കുഞ്ഞ്? രുദ്രൻ പതച്ചോടെ അയാളെ നോക്കി ചോദിച്ചു. മിസ്റ്റർ രുദ്രൻ, ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ പ്രാഥമിക പരിശോധനയ്ക്ക് ആ കുട്ടിയുടെ ഡ്രസ്സ് ഞങ്ങൾ നീക്കം ചെയ്തിരുന്നു. ശരീരത്തിലെ അങ്ങിങ്ങായിട്ടുള്ള ഉണങ്ങി തുടങ്ങിയ പാടുകൾ കണ്ടപ്പോൾ തന്നെ സംശയം തോന്നി. ഞങ്ങളൊരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തിയിരുന്നു. അയാൾ പറഞ്ഞു നിർത്തിക്കൊണ്ട് രുദ്രനെയും നന്ദനെയും മാറി മാറി നോക്കി. രുദ്രൻ എന്ത് പറയണമെന്നറിയാതെ പകച്ചിരിക്കുകയായിരുന്നു. അവൻ നന്ദനെ ഒന്ന് നോക്കി. അവൻ ഈ ലോകത്തൊന്നും അല്ലാത്തതുപോലെ ഒരേ ഇരിപ്പിരുന്നു. ഒരച്ഛനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അവനിപ്പോൾ കേട്ടത്. മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനും സഹിക്കാൻ കഴിയില്ല. രുദ്രൻ ദയനീയമായി ഡോക്ടറിനെ ഒന്ന് നോക്കി. പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടതാണ്, ബട്ട് രുദ്രൻ സാർ ഉള്ളത് കൊണ്ടാണ് ഞാൻ. അയാൾ പറഞ്ഞുകൊണ്ട് പകുതിയിൽ നിർത്തി. ഞാൻ നോക്കിക്കോളാം. പിന്നെ മോൾക്ക് മറ്റു കുഴപ്പങ്ങളെന്തെങ്കിലും? രുദ്രൻ പറഞ്ഞുകൊണ്ട് അയാളെ നോക്കി. ഹേയ്, ഞാൻ പറഞ്ഞില്ലേ, അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഇപ്പോൾ മറ്റു പ്രോബ്ലംസ് ഒന്നുമില്ല. ബട്ട് മെൻ്റലി ആ കുട്ടി ഇപ്പോൾ സ്റ്റേബിൾ അല്ല. വീണ്ടും ഇങ്ങനെയുള്ള ശ്രമങ്ങൾ തുടരാം. അതുകൊണ്ട് തന്നെ അതിന് നല്ല കെയറിങ് വേണം. അയാൾ പറഞ്ഞതും രുദ്രൻ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് നന്ദൻ്റെ തോളിൽ പിടിച്ചു. ഏതോ ലോകത്തെന്ന പോലെ ഇരുന്ന് തന്നെ നോക്കുന്ന നന്ദനെ കണ്ടതും അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഒരിക്കൽ തൻ്റെ സഹോദരനെ പോലെ കണ്ട് സ്നേഹിച്ചവനായിരുന്നു. പിന്നീട് അവൻ്റെ ചതി അറിഞ്ഞ ശേഷം ഒരിക്കൽ പോലും ഒന്നും കാണാനോ സംസാരിക്കാനോ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൻ്റെ ഈ ഇരിപ്പ് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അതിനേക്കാൾ ഉപരി മിഥു, അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് തൻ്റെ മുന്നിൽ വന്ന് സങ്കടത്തോടെ മാപ്പ് പറഞ്ഞ പെൺകുട്ടി. അവളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നത് അതിനേക്കാൾ വേദനയായിരുന്നു. അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് നന്ദനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പതിയെ അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും രുദ്രനെ ഒന്ന് ദയനീയമായി നോക്കിക്കൊണ്ട് അവൻ വരാന്തയിലൂടെ പുറത്തേക്ക് നടന്നു. നന്ദ, ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ രുദ്ര. രുദ്രൻ വിളിച്ചത് കേട്ടതും അവൻ തളർച്ചയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ്റെ പോക്ക് നോക്കി ഒരു നിമിഷം നിന്ന ശേഷം രുദ്രൻ തിരിഞ്ഞ ഐസുവിന് മുന്നിലേക്ക് നടന്നു. കോറിഡോറിലെ ലോങ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന നന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. തൻ്റെ മകളുടെ അവസ്ഥ അയാൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പൊന്നുപോലെ താൻ കൈവെള്ളയിൽ കൊണ്ട് നടന്ന തൻ്റെ കുഞ്ഞാണ് എന്ന മരണത്തെ മുഖാമുഖം കണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ആ നിമിഷം അയാളുടെ മനസ്സിലേക്ക് നയനയുടെ മുഖം തെളിഞ്ഞു വന്നു.
ക്രൂരമായ ബലാത്സംഗത്തിനെതിരെ മരണത്തെ സ്വീകരിച്ച തൻ്റെ കുഞ്ഞനീത്തിയുടെ മുഖം. ഈശ്വരന്റെ മുന്നിൽ അവൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അതായിരുന്നു, കർമ്മഫലം. ഇപ്പോൾ അതേ വിധി തന്നെ തൻ്റെ മകൾക്കും. പക്ഷേ ഇവിടെ തൻ്റെ മകൾ എന്ത് തെറ്റാണ് ചെയ്തത്? ആരെയും ഒന്ന് നുള്ളി നോവിക്കാൻ പോലും അവൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ചെയ്ത തെറ്റിന് പോലും രുദ്രനോടും പ്രിയോടും കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞതും അവളാണ്. എന്നിട്ടും തൻ്റെ കുഞ്ഞിന് എന്തുകൊണ്ട് ഈ വിധിയുണ്ടായി? ഒരുപക്ഷെ അച്ഛനമ്മ ചെയ്ത തെറ്റിൻ്റെ ഫലമാണോ ഇപ്പോൾ എൻ്റെ കുഞ്ഞു അനുഭവിക്കേണ്ടി വന്നത്? ഈശ്വര, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ ഈ വേദന. അയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു. ഐസുവിന് മുന്നിൽ നിന്നും രുദ്രന്റെ വാക്കുകൾ കേട്ട മിഥുൻ ചുവരിലേക്ക് ചാരി നിന്നുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു. അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് മറ്റുള്ളവരുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല. എല്ലാവരും അവന്റെ വാക്കുകളിൽ തറഞ്ഞു നിന്നുപോയി. ഗൗരി കെച്ചുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു നിന്നു. ലച്ചുവും ഭാമയും ലയെ കിടത്തിയിരിക്കുന്ന മുറിയിലായതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഗൗരി മാത്രമേ ആ സമയോടെ ഉണ്ടായിരുന്നുള്ളൂ. രുദ്ര! ഇന്ദ്രനും മാധവനും രുദ്രന്റെ അരികിലേക്ക് വന്നുകൊണ്ട് വിളിച്ചതും അവൻ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയതേയുള്ളൂ. നന്ദൻ എവിടെ രുദ്ര? എന്തോ ഓർത്തെന്ന പോലെ മാധവൻ ചോദിച്ചതും അവൻ കോറിഡോറിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ എല്ലാം തകർന്നവനെ പോലെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നന്ദനെ കണ്ടതും അവിടെ നിന്ന് ഓരോരുത്തരുടെയും നെഞ്ചി വിങ്ങി. കിച്ചുവും കണ്ണനും ഗൗരിയും കൂടെ മിഥുനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. രുദ്ര! അല്പസമയത്തിന് ശേഷം പിന്നിൽ നിന്നും മാധവന്റെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത് വാർത്തയാൽ നമ്മുടെ കുഞ്ഞിന്റെ ഭാവി. മാധവൻ അർത്ഥോക്തിയിൽ നിർത്തിയതും രുദ്രൻ ഒരു നിമിഷം മൗനമായി നിന്നു. ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യില്ല. അവന് മറുപടിയായി രുദ്രൻ പറഞ്ഞു. എടാ, പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നതിന് ഇപ്പോഴും വ്യക്തതയില്ല. നമ്മുടെ കുഞ്ഞിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായവരെ വെറുതെ വിടണോ? അവരുടെ അടുത്തേക്ക് വന്ന് ഇന്ദ്രൻ പറഞ്ഞതും രുദ്രൻ മുഷ്ടി ഒന്ന് ചുരുട്ടിപ്പിടിച്ചു. നെവർ. അവർ ആരായാലും ഒറ്റ ഒരെണ്ണത്തിന് വെറുതെ വിടില്ല ഈ രുദ്രൻ. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ അഗ്നി ആളിക്കത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ രുദ്രന്റെ ശിരസിലെ ആദ്യത്തെ ആണി കൃത്യസ്ഥാനത്ത് തന്നെ തറച്ചു കഴിഞ്ഞു. നീ ഏതായാലും കൊള്ളട കൊച്ചനെ. എതിർവശത്തിരുന്ന് മദ്യം നുണയുന്നവനെ നോക്കി അയാളൊരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുച്ഛം കലർന്ന ചിരി വിടർന്നു. അതുകൊണ്ടല്ലേ മുത്തശ്ശ ഞാൻ ഇവനെ അങ്ങ് ചെന്നൈയിൽ നിന്ന് ഇറക്കിയത്? നിതിൻ ശങ്കർ, ദി ഗ്രേറ്റ് ബിസിനസ്മാൻ ശങ്കർദാസിന്റെ അരുമപുത്രൻ അല്ലേടാ? അയാളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവിടേക്ക് വന്നവൻ നിതിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശൻ അറിയോ, ശങ്കർദാസിന്റെ മകനെന്ന് പറഞ്ഞാൽ ചെന്നൈയിലൊക്കെ ഇവന് നല്ല ക്ലീൻ പേരാണ്. അതുകൊണ്ടല്ലേ ആ പെങ്കൊച്ചിവന്റെ വലയിൽ വീണു പോയത്? അവനൊരു പുച്ഛത്തോടെ പറഞ്ഞതും നിതിൻ്റെ മുഖത്തും പുച്ഛം തെളിഞ്ഞു. മിഥുന, എനിക്ക് വേണ്ടിയിരുന്നത് അവളെയായിരുന്നില്ല, മറ്റവളെയായിരുന്നു. രുദ്രന്റെ ആരുമ സന്താനം, മാനസപുത്രി നീളാകൃഷ്ണ. നോ, നീളാ രുദ്രദേവ്.